സമയം ഇപ്പോൾ രാവിലെ 4:15 ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഒന്ന് എയർപോർട്ട് വരെ പോയതായിരുന്നു. ഇത് കൈപ്പറ്റാൻ ഹബീബിയുടെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ രണ്ടുപേരുടെയും വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. വെളുപ്പിനെ ആയിരുന്നു ആ ആളുടെ ഫ്ലൈറ്റ്. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതാ. തിരിച്ചു വന്നതും ഡ്രസ്സ് പോലും മാറ്റാണ്ട് നമ്മൾ ഐറ്റംസ് എല്ലാം പുറത്തെടുത്തു. നമ്മൾ കാത്ത് നോക്കി ഇരുന്ന ഒരു സാധനം ഇതിലുണ്ട്. അതിന്റെ അവസ്ഥ എന്തായിന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല. ഹബീബിക്ക് മിസ് ചെയ്ത കുറച്ച് ബിസ്ക്കറ്റ്സ്, കുക്കീസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുമ്പിള്, ചക്കക്കുമ്പിൾ, അവലോസുണ്ട, മീനച്ചാറ് എല്ലാം ചെറിയ ക്വാണ്ടിറ്റി മതിയെന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞായിരുന്നു. ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടി മാത്രം. ഒരാളുടെ കയ്യിൽ കൊടുത്തു വിടുന്നതല്ലേ, നമ്മളെ സഹായിക്കാൻ നിന്നിട്ട് ആള് ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ. സ്റ്റിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് അപ്പോൾ പാക്ക് ചെയ്തിരിക്കുന്നത്. എനിക്കൊരു 2-3 മിനിറ്റ് എടുത്തു ഇതൊന്ന് അഴിച്ചെടുക്കാൻ. പക്ഷേ വളരെ സേഫായിട്ട് ഒരു കേടുപാടും കൂടാതെ സാധനം ഇങ്ങെത്തി. അപ്പോൾ ഇതാണ് ഐറ്റം, ചക്ക വേവിച്ചത്. ഹബീബി ഇത് കഴിച്ചിട്ട് വർഷങ്ങളായി എന്നാ പറഞ്ഞ്. ഇവിടെ വന്നിട്ട് ചക്ക സീസണിൽ ഇതുവരെ നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു കൊതി. അങ്ങനെയാണ് പുതുപ്പള്ളിയിലെ ഒരു പ്ലാവി കിടന്നിരുന്ന ചക്ക ഈ പരുവത്തിൽ ഖത്തറിലെത്തിയത്. കൂടെ കഴിക്കാൻ ബീഫ് കറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ മീനച്ചാറിൻ്റെ കാര്യം ഓർത്തത്. എനിക്കത് മതി. കുറച്ചു കാലം കൂടി വീട്ടിൽ നിന്നുള്ള ഫുഡ് കഴിച്ചതിൻ്റെ ആ സുഖം ഉണ്ടല്ലോ, എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊരു മെമ്മറി ആയിട്ട് ഇവിടെ കിടക്കട്ടെ. പിന്നെ കാണാം.